ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നമുക്ക് യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് തരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തെല്ലാം എനർജീസ് ആണുള്ളത് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ്. ടീമായിട്ട് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ ആരുടെ കൂടെയാണോ ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം ചേർന്ന് വർക്ക് ചെയ്യുന്നു എന്നാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ പുതിയൊരു കാര്യം പഠിക്കുക, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടായിട്ട് പ്രവർത്തിക്കുക എന്നാണ്. കുറച്ചധികം പേര് ചേർന്നിട്ട് കൂട്ടായിട്ട് ഒരു കാര്യം ചെയ്യുക, പുതിയൊരു സംരംഭം തുടങ്ങുക, പുതിയൊരു കാര്യം ആലോചിച്ച് കൂട്ടായി പ്രവർത്തിക്കുക, ടീം വർക്കിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എനർജിയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാവാം, പഠിക്കുന്നതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതാവാം, നിങ്ങൾ മറ്റൊരാളുടെ കീഴിൽ ഒരു കാര്യം അഭ്യസിക്കുന്നതാവാം. അതൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് മത മേലധ്യക്ഷന്മാരുമായിട്ടോ സാമുദായിക നേതാക്കന്മാരോ രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് കൂടിയാലോചനകൾ നടത്തുക, ഡിസ്കഷൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യുക, ഇതും 3 ഓഫ് പെൻറ്റക്കിളിൽ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ എന്ത് സംരംഭമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് പണം കിട്ടും, ധാരാളമായിട്ട് പണം കിട്ടുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇന്നൊരു ദിവസം ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരുടെയെങ്കിലും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പേഴ്സണിൽ നിന്നാവാം, അല്ലെങ്കിൽ ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. സെക്കൻഡ് കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് പണം സ്പെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പണത്തിൽ നിങ്ങൾക്ക് കൃത്യമായ നിയന്ത്രണം വേണം. ചിലപ്പോൾ നിങ്ങളിന്ന് ഒരു ഗ്യാതറിങ്ങിലൊക്കെയാണ്, ഇപ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്ന് പ്രവർത്തിക്കാനാണ്. ഇപ്പോൾ ഒരു ഗ്യാതറിങ്ങിലൊക്കെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ കൈ അറിയാതെ ചിലപ്പോൾ പണം ചിലവാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പണം ചിലവാക്കാൻ പാടില്ല. അപ്പോൾ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ മാനസികമായിട്ട് കുറച്ച് സ്ട്രഗിൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ശാരീരികമായിട്ട് കാലുവേദനയൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാനസികമായിട്ടൊരു സ്ട്രെസ്സായിരിക്കും. ചില കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം സ്റ്റക്കായി നിൽക്കുന്ന പോലെ ഒരു മെൻ്റൽ സ്ട്രഗിൾ അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ളതുപോലെ കാണുന്നുണ്ട്. അതാണ് 5 ഓഫ് പെൻറ്റക്കിൾസ്. ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം. വിലപിടിപ്പുള്ള വസ്തുക്കൾ വളരെയധികം സൂക്ഷിക്കണം. പിന്നെ ചിലരുടെ വിവാഹബന്ധം വിവാഹമോചനത്തിലേക്ക് എത്തുക, റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആവുക, അതുപോലെ വീട് വിട്ടുപോവുക. ചിലപ്പോൾ നിങ്ങൾ ദാരിദ്ര്യം അല്ലെങ്കിൽ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളുടെ ഉള്ള വീട് വിറ്റിട്ട് പോകുന്നതായിരിക്കാം, വാടക വീട് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കാം. ഉള്ള വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വേറൊരിടത്ത് താമസിക്കുന്നതാവാം. ചിലപ്പം ഒരു റിലേഷൻഷിപ്പിലുള്ള 2 പേരിൽ ഒരാൾ മാറി താമസിക്കുന്നതൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഒരാൾ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നതാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അത് ഫിനാൻഷ്യൽ ലോസിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് പണം നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ പണമായിട്ട് നഷ്ടപ്പെടുന്ന ആവത്തില്ല. ചിലപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ നഷ്ടം വരുന്നതാവാം, അല്ലെങ്കിൽ കൂട്ടുകൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ പണം നഷ്ടപ്പെട്ടു പോകുന്നതാവാൻ സാധ്യത. നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിർത്തി ചിലവാക്കുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ. 3 ഓഫ് പെൻറ്റക്കിളും 5 ഓഫ് പെൻറ്റക്കിളും ഒരുമിച്ച് വന്നുകൊണ്ടാണ്. ദെൻ ഫൂൾ കാർഡാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം ആണെന്നാണ്. ഒരു യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാനായിരിക്കും, ഒരു യാത്രയുണ്ടെന്നാണ് കാണുന്നത്. ഫുൾ കാർഡ് പറയുന്നത് പാസ്റ്റിലത്തെ എല്ലാ ട്രോമാസിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നാണ്. അതുപോലെ ഒരു പുതിയ തുടക്കം, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ തുടക്കം ഉണ്ടെന്നും കാണുന്നുണ്ട്. ഓക്കെ, യാത്രയുടെ കാർഡുണ്ട് കേട്ടോ. ചിലപ്പോൾ പിൽഗ്രിം സെൻറ്റേഴ്സൊക്കെ ആയിരിക്കും. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ആരാധനാലയങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ദെൻ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം 3 ഓഫ് പെൻറ്റക്കിൾ പറഞ്ഞാൽ ധാരാളമായിട്ട് പണം വന്നു കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് വളരെ ജനറസ് ആയിരിക്കും. മറ്റുള്ളവർക്ക് ഉദാരമായി സംഭാവന ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ മനസ്സുള്ള ദിവസമായിരിക്കും. അതുപോലെ ഇമോഷണലി വളരെ സ്റ്റേബിൾ ആയിരിക്കും, വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കും. എല്ലാവർക്കും വന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന വിധം നമ്മൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഓക്കെ, അതാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പണം ധാരാളമായിട്ട് വരുമെന്ന് കാണുന്നുണ്ട്. 10 ഓഫ്
കപ്പാണ്. അപ്പോൾ ഫാമിലി ടൈം ഉണ്ട്, ഫാമിലിയോടൊപ്പം ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. ഫാമിലി റിയൂണിയൻ്റെ കാർഡാണിത്. അപ്പോൾ ഫാമിലിയോടൊപ്പം യാത്ര ഉണ്ടാവാം, ഒരു സെലിബ്രേഷൻ ഉണ്ടാവാം, ഫാമിലിയോടൊപ്പം അധികം സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. ഇത് ഫാമിലി സെപ്പറേറ്റായി നിന്ന ഫാമിലി റിയൂണിയൻ ഉണ്ടാവുന്നതാവാം, അല്ലെങ്കിൽ ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആളുകൾ ഒത്തുചേർന്ന് അവർക്കൊരു റിയൂണിയൻ ഉണ്ടാവുന്നതാകാനും സാധ്യതയുണ്ട്. ഇത് ഒരു റിയൂണിയൻ്റെ കാർഡ് തന്നെയാണ്. റിലേഷൻഷിപ്പിലുണ്ടായിട്ട് ബ്രേക്കപ്പ് ആയി പോയ ആളുകൾ തമ്മിൽ ഒരു റിയൂണിയൻ ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ കുട്ടികളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ബന്ധമായിരിക്കാം നിങ്ങളുടേത്. ഓക്കെ, കിങ് ഓഫ് സോർഡ്സ് ആണ്. അപ്പം നിങ്ങൾ ഇന്ന് കുറച്ച് അധികാരം, നിങ്ങളുടെ പവറൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പവർ മറ്റുള്ളവർക്ക് കാണിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളായിട്ട് തന്നെ നിന്നിരുന്നാൽ മതി. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. കമ്മ്യൂണിക്കേഷൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അതുപോലെ ഈഗോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈഗോ പ്രവർത്തിച്ചാൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊരു ഗ്രാൻഡ് ഫാദർ ഫിഗറാണ്. അപ്പോൾ നിങ്ങളുടെ അപ്പൂപ്പൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ പ്രായമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അപ്പൂപ്പനോട് സാദൃശ്യമുള്ള ആളുകളെ കാണുന്നതായിരിക്കും, അല്ലെങ്കിൽ അപ്പൂപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ദെൻ 7 ഓഫ് സോർഡ്സ് ഉണ്ട്. പാസ്റ്റിൽ നടന്നൊരു ചതി, ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് കടന്നു പോയിട്ടുള്ള ഒരാൾ, പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരാൾ ഇന്നൊരു കോംപ്രമൈസുമായിട്ട് കാണുന്നുണ്ട്. അതൊരു ബാലൻസിലേക്ക് കൊണ്ടുവരണമെന്ന് അയാൾ ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പാസ്റ്റിൽ ചതിച്ചിട്ട് പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഓൺ ഡിസിഷനാണ്. ഇതൊരു പക്ഷേ നിങ്ങൾ വളരെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിന്നിട്ടുള്ള ദിവസമായിരിക്കാം, ഇന്ന് നിൽക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ സ്റ്റക്കായി നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ 10 ഓഫ് സോർഡ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ്ങിലൂടെ കടന്നുപോയ ആളാണ്. നിങ്ങളെ ആ അവസ്ഥയിലാക്കിയ ആളാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അവരോട് നിങ്ങൾ ക്ഷമിക്കണോ, അവരോട് വീണ്ടും ഒരു കോംപ്രമൈസ് വേണോ, ഒരു ബാലൻസ് വേണോ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, ഇനി ഇന്നേ ദിവസം തന്നെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകുന്നവരോ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോകുന്നവരോ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്ന് പണം കിട്ടാതെ ബ്രോക്കണായി പോകുന്നവരോ, വിശ്വാസവഞ്ചന, കബളിപ്പിക്കൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ്, ഒരു പാഠം നിങ്ങൾ പഠിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് ചിലപ്പോൾ ഇന്നേ ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആക്സിഡൻ്റ് ഒക്കെ സൂക്ഷിക്കുക, വാഹനം ഓടിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട ദിവസമാണ് കേട്ടോ. അതുപോലെ സർജറിയൊക്കെ ചെയ്തിട്ട് കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിനോ അല്ലെങ്കിൽ സ്റ്റിച്ചിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി സർജറിയൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് സർജറി നടക്കാനൊക്കെ സാധ്യതയുള്ളതായിട്ടും കാണുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് 10 ഓഫ് പെൻഡക്കിളാണ്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഫാമിലിയിലേക്ക് ധാരാളമായിട്ട് പല സോഴ്സിൽ നിന്ന് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലിയിൽ നിന്നും ഫാമിലിയിലേക്കും ഒരുപാട് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പല സോഴ്സിൽ നിന്ന് പണം വരുന്നു, ധാരാളമായിട്ട് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലി കാർഡ് തന്നെയാണ്. അപ്പോൾ കൂടുതൽ സമയം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നതോ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ആയിരിക്കാം. പണം ഇന്ന് ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ട് കുറേ പണത്തിൻ്റെ കാര്യം വന്നു ചേരുന്നതായിട്ടും ഫാമിലിക്ക് വേണ്ടി കുറേ പണം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ദെൻ പേജ് ഓഫ് കപ്സ് ആണ്. കാത്തിരുന്ന കുറച്ച് ഓഫറുകൾ, നിങ്ങൾ ജോലി ഓഫറൊക്കെ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളെ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരു പേജ് ഓഫ് കപ്സ് ആണ് ഓഫർ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഒരു യങ്ങർ എനർജിയാണ്, ഒരു ഫ്ലേർട്ടി എനർജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൽ നിന്നും ഇന്നൊരു കപ്പ് ഓഫ് ലവ് ഓഫർ കിട്ടാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ നല്ല മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ്. 5 ഓഫ് പെൻഡക്കിൾ സൂക്ഷിക്കണം. പണം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ ലോസ് ആണ് കേട്ടോ. പണമായിട്ട് നഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മാത്രം എടുക്കുക. ഓക്കെ, അടുത്തത് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം തരുന്നത് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം തരുന്നത്? ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം തരുന്നത്? ബി അസേർട്ടീവ് എന്നാണ്. അപ്പോൾ വളരെ ദൃഢമായിട്ട് ദൃഢനിശ്ചയം എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക, തീരുമാനം എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക എന്നാണ് പറയുന്നത്. ദെൻ റീകൺസിഡർ ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നുവെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് പരിഗണിക്കണം. ഇപ്പോൾ മുന്നോട്ട് പോവുകയാണെങ്കിലും നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുകയാണെങ്കിലും ഗിവ് അപ്പ് ചെയ്യുവാണെങ്കിലും അതൊന്നും കൂടെ പരിഗണിക്കണം, റീകൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്.
മൂന്നാമത്തെ കാർഡ് യു ആർ റെഡി എന്നാണ്. യു ആർ റെഡി എന്നാണ്. അപ്പോൾ മറ്റാരുടെ സപ്പോർട്ടില്ല, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളതിന് തയ്യാറാണെന്നാണ് പറയുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് ഇഫ് യു ബിലീവ് എന്നാണ്. അപ്പോൾ യു ഷുഡ് ഹാവ് എ ട്രസ്റ്റ് ഓൺ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടാവുക. ആൻഡ് യു ഷുഡ് ഹാവ് ട്രസ്റ്റ് ഓൺ യൂണിവേഴ്സ് ഓൾസോ. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൽ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. ലവേഴ്സിനുള്ള ഗൈഡൻസ് ഞാൻ മറ്റേ കോസ്മിക് ടാരോ ഹീലിംഗ് എന്നുള്ള നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇട്ടിരിക്കാം. നിങ്ങൾ അതിൽ പോയിട്ട് നോക്കിയിരുന്നാൽ മതി. അതൊരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, വളരെ ബ്ലെസ്ഡ് ആയിട്ടിരിക്കട്ടെ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.